സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. 220ാമത് ചേലക്കര പഴയപ്പള്ളി പെരുന്നാൾ ഡിസംബർ 2, 3, 4 തീയതികളിൽ നടക്കും. പെരുന്നാളിന്റെ എല്ലാ ശുശ്രൂഷകൾക്കും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത സഹകാർമ്മികത്വവും വഹിക്കുമെന്ന് വികാരി ഫാദർ ജോസഫ് മാത്യു, കൈസ്ഥാനി മനു സി ജെയിംസ്, ജനറൽ കൺവീനർ വി പി ജോണി, പെരുന്നാൾ സെക്രട്ടറി കെ സി ജോയ്, ജോയിന്റ് സെക്രട്ടറി പി വി വിപിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കരയുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ പെരുന്നാൾ ഡിസംബർ 2, 3, 4 തീയതികളിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 220ാമത് പെരുന്നാളാണ് ഈ വർഷം കൊണ്ടാടുന്നത്. 2-ാം തീയതി വൈകുന്നേരം 6:30 മണിക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് 7:30 മണിക്ക് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും നടത്തുന്നതാണ്. 3-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ വിളംബര ഘോഷയാത്ര ഈ പള്ളിയുടെ കീഴിലുള്ള വിവിധ കുരിശ് പള്ളികളിലേക്ക് നടത്തുന്നു. വൈകുന്നേരം 6 മണിക്ക് സന്ധ്യാനമസ്കാരവും 7 മണിക്ക് പള്ളിക്ക് ചുറ്റുമുള്ളതായ പ്രദക്ഷിണവും നടക്കും. 8 മണിക്ക് ലേലം, 8:30-ക്ക് പള്ളി അങ്കണത്തിൽ വിവിധ വാദ്യമേളങ്ങളുടെ സ്റ്റേജ് ഷോയും ക്രമീകരിച്ചിരിക്കുന്നു. അന്നത്തെ ദിവസം തന്നെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ എഴുന്നള്ളുന്നതും അന്നത്തെ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതുമാണ്. സന്ധ്യാനമസ്കാരത്തിനും പ്രദക്ഷിണത്തിനും ശേഷം ശ്ലൈഹിക വാഴ്വും പള്ളി കോമ്പൗണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക സ്റ്റേജിൽ നടത്തുന്നതുമാണ്. 4-ാം തീയതി ബുധനാഴ്ച രാവിലെ 7:30 മണിക്ക് പ്രഭാത നമസ്കാരം, 8:30 മണിക്ക് വിശുദ്ധ കുർബാന, 10 മണിക്ക് കൊടിയും സ്ലീബായും വഹിച്ചുകൊണ്ടുള്ള അങ്ങാടി ചുറ്റിയുള്ളതായ പ്രദക്ഷിണം നടക്കും. 11:30-ക്ക് പ്രദക്ഷിണം കടന്നു വന്ന ആശീർവാദവും, 12 മണിക്ക് ലേലം, 12:30യോടുകൂടി വിഭവസമൃദ്ധമായ പൊതുസദ്യയുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഗജവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ളതായ ഘോഷയാത്രയും, അത് 9 മണിയോടുകൂടെ രാത്രി 9 മണിയോടുകൂടെ അതിൻ്റെ സമാപനവുമാണ്. ഇതാണ് പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. പെരുന്നാളിൻ്റെ ചടങ്ങിന് സഭയുടെ പരമാധ്യക്ഷൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ഉണ്ട്. മാത്രമല്ല, ഈ ഭദ്രാസനത്തിലെ ഈ കിഴക്കൻ മേഖലയിലുള്ള എല്ലാ പള്ളികളിലെയും വികാരിമാർ, വൈദികർ ആ പെരുന്നാളിൻ്റെ ചടങ്ങുകളിൽ സഹകാർമ്മികരായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. 3-ാം തീയതി വൈകിട്ട് വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരിക്കും. 3-ാം തീയതി വൈകിട്ട്, 3-ാം തീയതി 4-ാം തീയതി ഉണ്ട്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.